നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. ഇന്നൊരു നല്ലൊരു ഞായറാഴ്ചയായിരുന്നു. കഴിഞ്ഞ ആഴ്ച കുറേ സെബിയുടെ സംബന്ധമായ കുറേ ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. സെബി ഇങ്ങനെ മാർജിൻ കൂട്ടാൻ പോകുന്നു, അതായത് കുറേ ആ ന്യൂസുകളൊക്കെ അതിൻ്റെ ഒരു മോണിറ്ററി കമ്മിറ്റി അവർ കൊടുത്ത റിപ്പോർട്ട് ഫലത്തിലാണ് ഇങ്ങനെ കുറേ ന്യൂസുകൾ മാർക്കറ്റിൽ വന്നത്. അപ്പം നമ്മളത് വ്യക്തമായി നോക്കി, അത് ന്യൂസ് വന്നതിന് ശേഷം അത് എന്താണ് സെബി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം നോക്കട്ടെ. അത് ചെയ്തതിന് ശേഷം നമ്മൾ ആ ന്യൂസിൻ്റെ അഗെയിൻസ്റ്റ് നമ്മൾ പല ചർച്ചകളും വെച്ചാൽ അത് പ്രയോജനപ്പെടും. ഇപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് വരുന്നുണ്ട്, സെബിയുടെ മാർജിൻ കൂട്ടി ഇങ്ങനെ ഒരു പ്ലാനിങ് കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ലെറ്റ് ദ റിപ്പോർട്ട് കംസ്, നമുക്ക് എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രൽ സ്ട്രീം അപ്പായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ മൺഡേയിലെ ലോ ബ്രേക്ക് ചെയ്ത് ബുധനാഴ്ച ബ്രേക്ക് ചെയ്ത് പോവുകയും തിരിച്ച് വീണ്ടും ആ മൺഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ന്യൂട്രൽ സ്ട്രീം അപ്പിലായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 24,521 ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഏകദേശം വന്നത് നമ്മൾ എന്തുവാണ് കുറച്ച് നെഗറ്റീവായിരുന്നു. നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നത് ആക്ച്വലി കൃത്യമായിട്ട് പറയണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡേറ്റ നെഗറ്റീവായിരുന്നു. ഏകദേശം പറയുകയാണെങ്കിൽ 5.08 ആയിരുന്നു നമ്മളെ ഡേറ്റ പ്രകാരം പറഞ്ഞിരുന്നത്, നമ്മുടെ റിസൾട്ട് പ്രകാരം. അതിപ്പം പക്ഷേ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഡേറ്റ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഡേറ്റ ഒരു നെഗറ്റീവായിട്ട് രീതിയിലൊക്കെയാണ് കുറച്ച് വന്നത് മാർക്കറ്റ്. ഈ മാർക്കറ്റ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മാർക്കറ്റ് കൃത്യമായിട്ട് പോവേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ മാർക്കറ്റ് പ്രകാരം കുറച്ച് സെൽ ഓഫ് വരികയും ആ സെൽ ഓഫ് നിങ്ങൾ നോക്കത്തിന് ആ ഡേറ്റ അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു തോന്നുന്നു. ഈ മാർക്കറ്റിൽ ഇവിടെ വെച്ച് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് നിഫ്റ്റി താഴേക്ക് അടിച്ചിറങ്ങി. എന്നാൽ കൂടെ വിവാപ്പിന് മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു ന്യൂട്രൽ സ്ട്രീം അപ്പ് ക്ലോസ് ആണ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ തിയറി പ്രകാരം. സോ നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ POC വന്നിരിക്കുന്നത് 24,345 ഭാഗത്തും വിവാപ്പ് വന്നിരിക്കുന്നത് 24,499, അതായത് 24,500 ഭാഗത്തുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം മാർക്കറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ന്യൂട്രൽ സ്ട്രീം അപ്പിൻ്റെ ക്ലോസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ ആഴ്ച മാർക്കറ്റ് ന്യൂട്രൽ ഡേയ്സ് അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രീം ഡേയ്സ് വരുന്ന സമയത്ത് ഫോളോഡ് ബൈ ഒരു ട്രെൻഡ് ഡേ, ഒരു മൂവ്മെൻറ്റ് വരെയുള്ള ചാൻസ്, ട്രെൻഡ് വീക്ക് വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമുക്ക് ഈ ആഴ്ച നമ്മുടെ മാർക്കറ്റ് എങ്ങനെ പോകും ആ രീതിക്ക് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കാം. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രൽ സ്ട്രീം അപ്പ് വീക്കാണ്. POC വന്നിരിക്കുന്നത് 24,345 ഭാഗത്താണ്. വാല്യൂ ഏരിയ നമ്മുടെ വിവാപ്പ് വന്നിരിക്കുന്നത് 24,498 ഭാഗത്തുമാണ്. അപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്ന 521 ഭാഗത്തായതുകൊണ്ട് നിഫ്റ്റി നോക്കേണ്ടത് ഈ 550, അതായത് 550 മുകളിൽ നിൽക്കുകയാണെങ്കിൽ വീക്കിലി ബേസിസ് ഞാൻ പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,872 വീക്കിലി ബേസിസിൽ പോകുവാനും ഇനി താഴോട്ട് 24,340 താഴെ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് 24,124 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. കഴിഞ്ഞ ആഴ്ചത്തെ POCയും അതിന് മുമ്പത്തെ ആഴ്ചത്തെ POC ഏകദേശം ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനർത്ഥം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ വോളിയം ലോവർ ലെവലിൽ ഇപ്പോഴും ഡിമാൻഡ് കാണുന്നുണ്ട്. ആ ഡിമാൻഡ് കാണുന്നത് കൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ ഇവിടുന്നൊരു ഈ മുകളിന് ഡിമാൻഡ് വന്നിട്ടില്ല, പകരം സപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ് നിഫ്റ്റിയിൽ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 24,550 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് 24,872 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വീക്കിലി ബേസിൽ ഈ ആഴ്ചത്തേക്ക് ഞാൻ പറഞ്ഞ ഈ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചത്തെ വ്യൂ ആണ്. അപ്പം ആ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ടാണെങ്കിൽ 24,340 താഴെ നിൽക്കുന്നിടത്തോളം കാലം അവന് വേണമെങ്കിൽ 24,124 വരെ വരാനുള്ള ചാൻസും കൂടുതലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. നമുക്കിനി നോക്കുന്നത് ഡെയിലിയുള്ള അനാലിസിസ്. കാരണം ഡെയിലി നോക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലിയുള്ള അനാലിസിസ് പ്രകാരം നിഫ്റ്റിയിൽ നോർമൽ വേരിയേഷൻ ഡേ ആയിരുന്നു, അപ്പ് ഡേ ആണ് നിഫ്റ്റി സംഭവിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച.
ലാസ്റ്റ് മിനിറ്റിൽ ഇൻഫ്ലേഷൻ്റെ ന്യൂസ് അറിയാവുന്ന എന്തുകൊണ്ടാണ് ഈ ഒരു റെഡ് ക്യാൻഡിൽ നിങ്ങൾ കാണുന്നത്. കുറച്ച് സെൽ ഓഫ് വന്നിട്ടുണ്ട് ലാസ്റ്റ് മിനിറ്റിൽ. എന്നിരുന്നാൽ കൂടി നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ വേരിയേഷൻ, നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. വിത്ത് POC അറൗണ്ട് 24,529 ഭാഗത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യിക്കുന്നത്. അവിടെയാണ് POC ഉള്ളത്. VWAP വന്ന് 4. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 24,580 മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ 24,675 675 മുകളിൽ നിൽക്കുമ്പോൾ 740 740 മുകളിൽ നിൽക്കുമ്പോൾ 872 വരാനുള്ള ചാൻസ് നിഫ്റ്റി കൂടുതലാണ്. ഇപ്പോൾ എത്രയാണ്? 24,550 579 580 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,675 75 മുകളിൽ 742 742 മുകളിൽ 820 820 മുകളിൽ 871 വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ടാണെങ്കിൽ 24,500 സ്ട്രോങ് സപ്പോർട്ടാണ്. 500 താഴെ നിൽക്കുമ്പോൾ 24,458 458 താഴെ നിൽക്കുമ്പം 24,400 400 താഴെ നിൽക്കുമ്പോൾ 24,355 55 താഴെ 24,322 അതിന് താഴെ 24,292 സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ലെവൽ നമുക്ക് വ്യക്തമായി നമ്മളെ ചാർട്ടിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് കുറച്ചും കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാർട്ടിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ എന്താണ് നമ്മൾ 30 മിനിറ്റ്സ് ചാർട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിഫ്റ്റി കൃത്യമായി നമ്മൾ നോക്കുക. അപ്പോൾ ഈ 24,000 നമ്മളെ POC നിൽക്കുന്ന 24,529 ഭാഗത്താണ് POC ഉള്ളത്. 24,529 ആണ് നമ്മളെ POC. അപ്പോൾ POCയുടെ കളർ നിങ്ങൾക്ക് അറിയായിരിക്കും, മാഗ്നീറ്റ. ആ കളർ ഈ പിങ്ക് കളർ കൊടുത്തു. അതിന് മുകളിൽ നമുക്ക് 580 580 ഒരു റെസൻസ് ആണ്. ആ റെസൻസിൻ്റെ കളർ ഞാൻ കൊടുക്കുകയാണ്. 580 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 24,676 24,676 776 മുകളിൽ 724 24,724 അതിന് മുകളിൽ 24,820 820 മുകളിൽ 874 24,874. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലോട്ടുള്ള ലെവൽ. ഇനി താഴോട്ടെന്ന് പറഞ്ഞാൽ 24,400 529 താഴെ 490 ഒരു സപ്പോർട്ട്, 24,490 ഒരു സപ്പോർട്ടാണ്. 490ക്ക് താഴെ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ 450യും 450ക്ക് താഴെ 24,450 450 താഴെ 24,400 24,400 അതിന് താഴെ നിൽക്കുമ്പോൾ 24,350 24,350 350 താഴെ 24,322. ഇതായിരിക്കും നമുക്ക് നാളത്തേക്കുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർത്തോളുക, നമ്മളെ മാർക്കറ്റ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പഴയ ഒരു വീക്കിൻ്റെ ഹൈയിലെ മോൾ ന്യൂട്രൽ സ്റ്റീം അപ്പാണ് വീക്ക് ബേസിസ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് വന്നാലും ഒരു 680 ഭാഗത്തൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടെങ്കിൽ അത് സെൽ ഓഫ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇരിക്കും. അങ്ങനെയാണെങ്കിൽ 680 മുകളിൽ നമ്മൾ ബൈയെക്കുറിച്ച് ചിന്തിച്ചു. അതില്ല എങ്കിൽ 550 ഭാഗത്ത് ഒരു ഡിപ്പ് വരെയാണെങ്കിൽ ആ ഡിപ്പിൽ നിങ്ങൾ ബൈ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു പ്രോഫിറ്റബിലിറ്റി കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ നമ്മളെ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, പ്യൂർലി കുറേ ദിവസമായി ഞാൻ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കണ്ടറിയാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ബാലൻസ് പ്രൊഫൈൽ അത് നിൽക്കണം ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇതായിരുന്നു നമ്മൾ മൺഡേ ഓപ്പൺ ചെയ്ത ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ സ്റ്റീം അപ്പാണ് ബാങ്ക് നിഫ്റ്റി. ന്യൂട്രൽ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. കൃത്യമായിട്ട് പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ പ്രൊഫൈലാണ്. ബാങ്ക് നിഫ്റ്റി വീക്കിലി ബേസിൽ നോക്കുമ്പോൾ ന്യൂട്രൽ പ്രൊഫൈലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ PU കഴിഞ്ഞ കുറേ ദിവസം 2 ആഴ്ചയായിട്ട് ബാങ്ക് നിഫ്റ്റി ഒരേ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുകയാണ്. ഈ ഒരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 24,000 52,000 53,000 ഇടയിൽ തന്നെ കിടന്ന് കളിക്കുകയാണ്. ഒരു 100 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടെ ബാങ്ക് നിഫ്റ്റി പ്രത്യേകം പറയുന്നത് ബാലൻസ് ഫോർമേഷനാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,620 ഈ ആഴ്ചത്തെ POC. സ്വാഭാവികമായും മറ്റും VWAP അതിന് മുകളിൽ നിൽക്കുമ്പോൾ 53,350. ഇനി 52,525 താഴെ നിൽക്കുമ്പോൾ 51,704 51,704 എന്ന് പറഞ്ഞ ലെവലിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് വീക്കിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരു ഡെയിലി ബേസിലല്ല. ഡെയിലി ബേസ് നമുക്ക് നോക്കാം. ന്യൂട്രൽ എക്സ്ട്രീം ന്യൂട്രൽ വീക്ക് ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ഏറ്റവും കൂടുതൽ ഒരു സ്ഫോടക
സൂക്ഷ്മമായ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിലെക്കാട്ടിയും കൂടുതൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല, ഈ ആഴ്ച ന്യൂട്രൽ വീക്കും കൂടെ ആയതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. അപ്പോൾ ഓർത്തോളുക, 24,600 ഭാഗത്ത് മുകളിൽ നിൽക്കുക, അല്ലെങ്കിൽ 53,350 വരെ പോകാനും അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ 54,704 വരെ പോകാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിക്ക് ഈ വരുന്ന വീക്കിൽ സാധ്യമാണ്. അപ്പം നമുക്കിനി നോക്കേണ്ടത് എന്താണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഡെയിലി അനാലിസിസാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഒരു സ്പൈക്ക് വന്നിട്ട് കൂടെ അവൻ തിരിച്ച് വീണ്ടും ഓപ്പൺ ചെയ്ത ഭാഗത്ത് തന്നെയൊക്കെയാണ് ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബാങ്കിനെ സംബന്ധിച്ചൊരു മൂവ്മെൻറ്റ് കുറേ ദിവസം നിങ്ങൾ നോക്കി തന്നെ കാണുമ്പോൾ അറിയാം വന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച്. പക്ഷേ ക്ലോസ് വന്ന് താഴെ ആയതുകൊണ്ട് ഡേ ടൈപ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. പക്ഷേ ഡേ ടൈപ്പ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ന്യൂട്രലാണ്. ആദ്യത്തെ 1 മണിക്കൂറിന് താഴെ ബാങ്ക് നിഫ്റ്റി എം പീരീഡിൽ വന്ന് തിരിച്ച് വീണ്ടും 397 ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ ഡേ ആണ്. വിത്ത് POC ആൻഡ് VWAP അറൗണ്ട് 52,555 ഭാഗത്താണ്. സോ ബാങ്ക് നിഫ്റ്റി ഇനി നോക്കേണ്ടത് 52,555 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 52,700 52,700 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 52,803 52,803 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 52,908 അതിന് മുകളിൽ നിൽക്കുന്ന കാലം 53,097 അതിന് മുകളിൽ നിൽക്കുന്ന കാലം 53,250 വരാം. ഇനി താഴോട്ടാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ലെവൽ മാർക്ക് ചെയ്ത് വയ്ക്കാം. ബാങ്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ലെവൽ 52,555 നമ്മൾ ഇമ്പോർട്ടൻ്റ് 52,555 ഇമ്പോർട്ടൻ്റ് ഏരിയ. അതൊരു POC ആയതുകൊണ്ട് അതിന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 52,670 52,700 അതൊരു റെസിസ്റ്റൻസ് ആണ്. 52,700 വരാം. 700 മുകളിൽ 804 852 804 804 മുകളിൽ 52,906 52,906 അതിന് മുകളിൽ 53,097 53,097 അതിന് മുകളിൽ 53,250 വരാനുള്ള ചാൻസ് 53,250 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി താഴോട്ടാണ്. താഴോട്ടാകുമ്പോൾ ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് സപ്പോർട്ട് 52,330. അത് അത് നോക്കാം. ഇനി എങ്ങോട്ടാ സപ്പോർട്ട് വരണം നമുക്ക് നോക്കിയിട്ട് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 52,330 ഒരു സപ്പോർട്ടാണ്. നമ്മൾ ഈ വാല്യൂ ഏരിയ ലോ എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്തിട്ട് 56,330 സപ്പോർട്ട്. 330 താഴെ വരുമ്പോൾ 52,150 150 താഴെ 52,057 57 താഴെ അടുത്ത വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 51,968 അതിന് താഴെ 51,884 വരും സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നമ്മൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അടുത്ത 52,330 താഴെ 52,150 അതിന് താഴെ 52,055 52,055 അതിന് താഴെ അടുത്ത വരുന്നത് എത്രയാണ് 51,960 51,960 അതിന് താഴെ 51,800 അതിന് താഴെ 51,615 51,615 ഇതായിരിക്കും നാളത്തെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തോളുക, മാർക്കറ്റ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നതുകൊണ്ട് മാർക്കറ്റ് പ്യൂർലി ബാലൻസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു രീതിയിലുള്ള മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പിന്നെ വേറെ നോക്കേണ്ടത് നമ്മുടെ ഈ ആഴ്ച നമുക്ക് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ നമ്മൾ നോക്കണം. അപ്പോൾ ഈ ആഴ്ച എന്തെങ്കിലും വരാൻ പോകുന്ന ന്യൂസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇനി അതായത് നമുക്ക് നോക്കേണ്ടത് നിങ്ങൾ ഈ സെബിയിലെ ന്യൂസുകളും ബാക്കി കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ വരാൻ പോകുന്ന കുറേ റിസൾട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ശനിയാഴ്ച HDFC ബാങ്ക് റിസൾട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ദിസ് വീക്ക് എന്ന് പറയുമ്പം ഈ വീക്കിൽ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ വന്ന കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന വീക്കിൽ ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ജർമ്മൻ്റെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ വരാനുണ്ട്. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വന്നായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ അടുത്ത വരാൻ നോക്കുന്നത് നമുക്ക് നോക്കേണ്ടത്
ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം മാർക്കറ്റിനെ സംബന്ധിച്ച് എന്തുവാണ് നാളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ന്യൂസ് നാളത്തേക്ക് വരാനില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചൈനീസിൻ്റെ GDP കോട്ട് വരാനുണ്ട്. നാളെ മോർണിംഗിൽ 7:30 ആകുമ്പോൾ ചൈനയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും GDPയും വരാനുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ന്യൂസ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ നാളെ ഉച്ചയാകുമ്പോൾ നമുക്ക് 12 മണിയാകുമ്പോൾ ആ ന്യൂസ് വരാനുണ്ട്. പിന്നെ അതിനുശേഷം വൈകിട്ട് പിന്നെ നമ്മുടെ ട്രേഡ് ബാലൻസും എക്സ്പോർട്സും ഇമ്പോർട്ട്സിനെ കുറിച്ചുള്ളൊരു ന്യൂസും പിന്നെ വേറെ ഒരു അമേരിക്കയുടെ വേറെ ന്യൂസുകളൊന്നും വരുന്നതിനെക്കുറിച്ച് മാർക്കറ്റിൽ കാണുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനും ചൈനയുടെ GDP നാളെ കാലത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും നല്ലൊരു രീതിയിലൊരു മാറ്റം തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ ഇൻഫ്ലേഷൻ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ വലിയ സെല്ലിംഗ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ലാസ്റ്റ് അരമണിക്കൂറിലെ ക്യാൻഡിൽ നല്ല ഹ്യൂജ് സെൽ ഓഫ് വന്നിട്ടുണ്ടാകുന്നു. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാളെ നോക്കേണ്ടത് അപ്പം ഈ സെൽ ഓഫിൻ്റെ ഏരിയയായി 52,550 മുകളിൽ ബാങ്ക് നിഫ്റ്റി പോകുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ ഷോർട്ട് കവറിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ബാലൻസ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാനും HDFC ബാങ്കിൻ്റെ റിസൾട്ടോട് കൂടിയുള്ള ഒരു മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണുക. നമ്മുടെ ലെവൽസൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ മാർക്കറ്റിൽ ലെവൽ ട്രേഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആൻഡ് നല്ലൊരു ഞായറാഴ്ച ഈവനിങ് നേർന്നുകൊണ്ട് ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.